ഓ എന്റെ ദേവേട്ടാ, ഒരു നെയിൽ കട്ടർ വാങ്ങിക്ക്, അല്ലെങ്കിൽ ഒരു പുതിയ ബ്ലേഡെങ്കിലും വാങ്ങിക്ക്. ഈ തുരുമ്പൊക്കെ ഇട്ട് വെട്ടിയാലേ കാല് സെപ്റ്റിക് ആവും. നിന്റെ അച്ഛൻ കൊണ്ട് തരുമോ പൈസ? നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങേര് വീണ്ടും തുടങ്ങി. ഇങ്ങനെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കാതെ. അനീഷ് മെമ്പർ ഇന്നലെയും കൂടെ പറഞ്ഞു, നമ്മൾ മാത്രമേ ഉള്ളൂ ഈ പഞ്ചായത്തിൽ പ്ലാസ്റ്റിക് കൊടുക്കാത്തേന്ന്. പോരാത്തേന് ആ ഹരിതകർമ്മസേനക്കാർ വരുമ്പോ അവരെ ഓടിച്ചു വിടും. ഒരു 50 രൂപ കൊടുക്കത്തോലും ഇല്ല. അവർക്കൊന്നും കൊടുക്കാനേ എന്റെ പൈസ ഒന്നുമില്ല. എന്റെ വലിയ പ്ലാസ്റ്റിക് എന്റെ പറമ്പിട്ട് ഞാൻ കത്തിക്കും. അത് എന്റെ ഇഷ്ടം. നീ കാര്യം നോക്കി പോടി. ഒരു ഉപദേശം വന്നിരിക്കുന്നു. ഒരു പ്ലാസ്റ്റിക് ഇട്ട് ഇങ്ങനെ കത്തിക്കാതെ. ഒരു കുടുക്കുഞ്ഞുള്ള വീടല്ലേ, പോരാഞ്ഞിട്ട് അവള് ഗർഭിണിയും കൂടാ. ഇതിനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അച്ഛാ, പ്ലാസ്റ്റിക് കത്തിക്കല്ലേ. ഞങ്ങളുടെ സ്കൂളിലെ ഹരിതസഭ കൂടിയപ്പോ പറഞ്ഞ് പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കരുതെന്നും കത്തിച്ചാ മരണം വരെ ഉണ്ടാകുമെന്നും. മോനെ സ്കൂളിൽ പലതും പറയും. മാസമേ പ്ലാസ്റ്റിക് പെറുക്കാൻ വരുന്നവർക്ക് കൊടുക്കാനില്ലേ. അച്ഛന്റെ പൈസ ഒന്നും ഇല്ല. മോൻ അപ്പുറത്ത് പോയിരുന്ന് കളിക്ക്. ഡോക്ടർ വിളിക്കും. താങ്കൾ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു മനുഷ്യനല്ലേ? ഈ പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങളിട്ട് കത്തിക്കുമ്പോഴേ അതിനകത്തുനിന്ന് കാർബൺ മോണോക്സൈഡ് പോലുള്ള പല പല വിഷവാതകങ്ങൾ വരും. ഇതൊക്കെ മനുഷ്യന്റെ മരണത്തിന് വരെ കാരണമാവും. പേടിക്കാനൊന്നുമില്ല. ദൈവത്തിന് അനുഗ്രഹത്താലേ അപകടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും മേലെ കാണിച്ചേക്കല്ലേ. പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കരുതെന്നും കത്തിച്ചാ മരണം വരെ ഉണ്ടാകുമെന്നും. എല്ലാവർക്കും നമസ്കാരം. മാലിന്യമുക്ത നവകേരളത്തിൻ്റെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി മാർച്ച് 30, 2025 ചിങ്ങോലി ഗ്രാമപഞ്ചായത്തും സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട പഞ്ചായത്ത് നിവാസികളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു.